ഇത് ശരിക്കും എത്രയാണ് ചത്തേ? 2116 കോഴി ചത്തു. ഇനിയിപ്പം ഇങ്ങനെ കടി കൊണ്ടത് അരിയിലൊക്കെ കുറച്ചുണ്ട്. അതിനും കൂടി എടുത്ത് കളയണം. അത് നാളെയൊക്കെ ആകുമ്പോഴത്തേക്ക് അതുങ്ങൾ പനിച്ചിരിക്കും. അതിനെടുത്ത് കൊന്നുകളയും. 2116 ആണല്ലേ? ഓ, ആ 20 പട്ടി ചേർന്ന്. ഇത് പട്ടികൾ കടിച്ചു വന്നത് മാത്രമല്ല, ഇത് പട്ടികൾ വന്ന ഇത് ഓടിക്കളിക്കുമ്പോൾ ഇത് അട്ടി കയറും. ഒന്നിൻ്റെ പുറകെ ഒന്നിൻ്റെ അങ്ങനെ കുറേ ചത്തുപോയി. അങ്ങനെ പോയില്ലേ? ഞാൻ 4:30 ആകുമ്പോഴത്തേക്ക് ഫാമിലേക്ക് കയറി പോകുന്നു. ഫാമിൽ കയറി ചെല്ലുമ്പോൾ ഒരു 10-20ഓളം പട്ടികളുണ്ടായിരുന്നു. ആ പട്ടികളിൽ ഞാനൊരു തൂമ്പയ്ക്ക് ഒരു പട്ടീനെ അടിച്ചു കൊന്നിട്ടുണ്ട്. അന്നേരം ചാനലുകാരും പറഞ്ഞു, പിന്നെ വന്നവരെല്ലാം പറഞ്ഞു അതിൻ്റെ ഫോട്ടോ എടുക്കണ്ട, അതിൻ്റെ ഫോട്ടോ എടുത്ത് അതിനായിരിക്കും പരാതി. ഞാൻ പറഞ്ഞു അങ്ങനെ ആരും പരാതി പറഞ്ഞു എന്നാൽ അവൻ്റെ വീട്ടിൽ കയറിയാൽ ചേട്ടൻ സ്വയരക്ഷയ്ക്കായിട്ട് ചെയ്തല്ലേ ചേട്ടനെ കടിക്കാൻ വന്നപ്പോൾ? മേനകാന്തി വന്നേച്ചാൽ പൈസ മുടക്കി അവളെ വീട്ടിൽ പോയി. നമസ്കാരം. തെരുവ് നായ ശല്യം നമുക്കറിയാമല്ലേ, കേരളത്തിൽ വളരെ കാലങ്ങളായിട്ട് അതിരൂക്ഷമായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. ഒരു ലിസ്റ്റിലും പെടുത്താത്ത ഒരു സംഭവമാണ് ഈ തെരുവുനായ ആക്രമണം. അതായത് നമുക്കറിയാം, ഒരു വന്യജീവിയൊക്കെ ആക്രമിച്ചു, അതായത് ഒരു കടുവയോ ആനയോ മറ്റ് വന്യജീവികളൊക്കെ എന്തെങ്കിലും അത് കാരണമൊക്കെ എന്തെങ്കിലുമൊക്കെ പരിക്കുകളോ ജീവനോ ഒക്കെ നമുക്കെന്തെങ്കിലും സ്വത്തുക്കൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അതിനൊക്കെ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ അതിനെക്കാട്ടും ഭീകരമായിട്ടുള്ള കേരളം നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ തെരുവുനായ പ്രശ്നം എന്ന് പറയുന്നത്. തെരുവുനായകൾ കൊണ്ട് ഒരു വർഷം ഇഷ്ടംപോലെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്, കടി കിട്ടുന്നുണ്ട്, ഒത്തിരി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ വളർത്തുമൃഗങ്ങളെയും ഒക്കെ ഈ തെരുവുനായകൾ കൊണ്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. ഒത്തിരി വളർത്തുമൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ ജീവജാലങ്ങൾക്കൊക്കെ പ്രശ്നങ്ങൾ വരുത്തുന്നുണ്ട് ഈ തെരുവുനായ്ക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ തെരുവുനായ്ക്കളുടെ എണ്ണം ഈ കേരളത്തെ സംബന്ധിച്ച് അതിരൂക്ഷമായി തന്നെ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. അതുമാത്രമല്ല, അതിൽ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതിരൂക്ഷമായിട്ട് തന്നെ വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഏതായാലും ഞാൻ ഇന്നുള്ളത് വയനാട് ജില്ലയിലെ വെള്ളമുണ്ട ഒഴുക്കൻമൂല എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഇന്ന് രാവിലെ, അതായത് ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഞായറാഴ്ചയാണ്, ഇന്ന് 23-ാം തീയതി രാവിലെ ഈ ഒരു ഇവിടെയുള്ള ഒരു ഫാമിൽ, അതായത് കോഴി ഫാമിൽ 2000ഓളം കോഴികളെയാണ് തെരുവുനായകൾ ആക്രമിച്ച് കൊന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം, ആ കോഴികൾ വിൽക്കാൻ പ്രായമായ കോഴികളായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ് ഈ ഒരു സംഭവം നടന്നത്. ഭയങ്കര ഒരു ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. ഏതായാലും ഇപ്പോൾ ഞാൻ ആ പ്രദേശത്താണുള്ളത്. നമ്മളിപ്പോൾ ഏതായാലും ആ ഒരു ഫാം കാണാനായിട്ട് പോവുകയാണ്. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉടമസ്ഥനോട് നമുക്കിതിനെക്കുറിച്ച് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് അശോകൻ. ഇത് എപ്പോഴാണ് സംഭവം ശരിക്കും നടന്നത്? ഇന്നലെ ഞാൻ 4:30 ആകുമ്പോൾ പട്ടീൻ്റെ ശബ്ദം കേട്ടിട്ടാണ് ഫാമിലേക്ക് കയറി ചെല്ലുന്നത്. അന്നേരം ഒരു 10-20ഓളം നായ്ക്കളുണ്ടായിരുന്നു. ഇന്ന് വെളുപ്പിന് ഞാൻ വാതിൽ തുറന്നപ്പോഴത്തേക്ക് നായ്ക്കളെല്ലാം എൻ്റെ നേരെ വന്നു. അവിടെ ഒരു തൂമ്പ ഉണ്ടായിരുന്നു, അത് വെച്ച് ഞാൻ അടിക്കാൻ നോക്കി. അത് അടിച്ചപ്പോൾ ഒരു പട്ടി ചത്തു, ബാക്കിയെല്ലാം ചാടി പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. അങ്ങനെ ഉണ്ടായിരുന്നു. 20 നായ്ക്കളോ? 20ഓളം നായ്ക്കളുണ്ടായിരുന്നു. 1-2 ഇവിടെ ഇങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. 1-2 പട്ടികൾ വരിക എന്നല്ലാണ്ട് ഇങ്ങനെ പട്ടികൾ വന്നിട്ടേ ഇല്ല. ഫാമൊന്ന് കാണിച്ചു തരാമോ? അപ്പോൾ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ട ആ ഫാമിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് ഇവിടെ സംഭവിച്ചൊരു കാര്യം കേട്ടോ. ഇത് എത്ര ദിവസം പ്രായമായ കോഴികളായിരുന്നു? 16 ദിവസം. 16 ദിവസം പ്രായം. 16 ദിവസം പ്രായമായ ചെറിയ കോഴി കുഞ്ഞുങ്ങളാണ് പോയല്ലേ? കുഞ്ഞുങ്ങളാ. ഏത് ഭാഗത്തോടെ ഇത് ശരിക്കും മൊത്തത്തിൽ കടിച്ച് കൊടുത്തു. ഇതിനകത്ത് മൊത്തം എത്ര എണ്ണം ഉണ്ടായിരുന്നു? 4000 കോഴി ഉണ്ടായിരുന്നു. 4000. ഇത് ശരിക്കും എത്ര എണ്ണം ചത്തേ? 2116 കോഴി ചത്തു. ഇനിയിപ്പം ഇങ്ങനെ കടി കൊണ്ടത് അരിയിലൊക്കെ കുറച്ചുണ്ട്. അതിനും കൂടി എടുത്ത് കളയണം. അത് നാളെയൊക്കെ ആകുമ്പോഴത്തേക്ക് അതുങ്ങൾ പനിച്ചിരിക്കും. അതിനെടുത്ത് കൊന്നുകളയും. 2116 ആണല്ലേ? ഓ, ആ 20 പട്ടി ചേർന്ന്. ഇത് പട്ടികൾ കടിച്ചു വന്നത് മാത്രമല്ല, ഇത് പട്ടികൾ വന്ന ഇത് ഓടിക്കളിക്കുമ്പോൾ ഇത് അട്ടി കയറും. ഒന്നിൻ്റെ പുറകെ ഒന്നിൻ്റെ അങ്ങനെ കുറേ ചത്തുപോയി. അങ്ങനെ പോയില്ലേ? ഇത് ഏത് വഴിക്കാണ് കയറിയേ? ഇത് അവിടെ നെറ്റ് പൊട്ടിച്ചു. അവിടെ 2 സ്ഥലത്ത് നെറ്റ് പൊട്ടിച്ചിട്ടാണ് സ്ഥലം കാണിച്ചു തരാമോ? പതുക്കെയായിട്ട് നടക്കുന്ന സ്പീഡ്. ഈ 2 ലെയർ നെറ്റ് പൊട്ടിച്ചിട്ട് ചെറിയൊരു ഓട്ട ഉണ്ടാക്കിയിട്ടാണ് കയറിയത്. ഈ നെറ്റ് പൊട്ടിച്ചിട്ടല്ലേ?
അതാ ചേട്ടനത് ഇതാക്കിയിട്ടേക്കുന്നത്. ആ ഇതിപ്പോൾ തുന്നിയിട്ട് ഈ ചെറിയ ഗ്യാപ്പിൽ കൂടെ ഇത്ര എണ്ണം കയറി. ആ ഞാൻ ഒരു 13 വർഷമായി ഇവിടെ കോഴി വളർത്തുന്നത്. ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടല്ല. പട്ടികളെ ശല്യം ഉണ്ടായിട്ടില്ല. 1-2 പട്ടികളതിൽ പോകാന്നല്ലാണ്ട് ഇങ്ങനെ ഫാമിൽ കയറിയിട്ട് ശല്യം ചെയ്തിട്ടേ ഇല്ല. ഇത് ഇവിടെ കാണുന്ന പട്ടികളും അല്ല, ഇത് എവിടുന്നോ വന്ന പട്ടികളാണ്. ഇത് ഇതേപോലെ ഒരു വർഷം മുമ്പ് തൊട്ടപ്പുറത്ത് ഒരു മിനി ജോസഫ് എന്ന് പറഞ്ഞവരെ ഫാമിൽ കയറിയിട്ട് ഒരു 2 ടണ്ണോളം കോഴീനെ, പിടിക്കാനായ കോഴീനെ കൊന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ 2116 കുഞ്ഞുങ്ങളല്ലേ? ഇതിപ്പോൾ 4000 കോഴി കുഞ്ഞുങ്ങൾ ഇറക്കിയതാ. ഇതിപ്പോൾ ബാക്കിയുള്ള കോഴി ശരിക്കും ഒരു കുഞ്ഞിന് ചേട്ടൻ എത്ര രൂപ ചിലവുണ്ട്? അന്ന് 52 രൂപ കുഞ്ഞിന് വിലയുള്ളപ്പാണ് ഇട്ടത്. ഇപ്പം 70 ചാക്ക് തീറ്റയും തിന്നു. അപ്പം അതായത് ചേട്ടന് മൊത്തം ഇപ്പോൾ എത്ര രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ടാവും? ഇപ്പോൾ ഒരു 2.5 ലക്ഷം റുപ്യേൻ്റെ തീറ്റ നഷ്ടം വന്നിട്ടുണ്ട്. പിന്നെ ഇതിലെ നമ്മളെ അധ്വാനവും ഈ അറക്കപ്പൊടീൻ്റെ പൈസ വേറെ 2.5 ലക്ഷം രൂപ. ഓ, ഇപ്പോൾ ചേട്ടൻ എത്ര വർഷമായി ഇത് കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്, ഈ കോഴി ഫാം നടത്താൻ തുടങ്ങി? 2013 തുടങ്ങിയതാണ്. 13 തുടങ്ങിയതാണ്. ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടല്ലേ? ആദ്യമായിട്ടാണ്. മറ്റേ അപ്പുറത്തെ സൈഡിൽ നിന്ന് വന്ന എവിടെയാ, ഏത് ഭാഗത്തായിരുന്നു? ആ മൂലയാണ് പൊട്ടിച്ചത്. ആ മൂലയാ? നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം പല കോഴിക്കുഞ്ഞുങ്ങളും. ഇതൊക്കെ ക്ഷീണമുള്ളതല്ലേ? ക്ഷീണം പിടിച്ചതാ. കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ, പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. എല്ലാം ഒരു വാടി തൂങ്ങിയ മട്ടിലാണ് ഇരിക്കുന്നത്. അടിച്ചിട്ടുണ്ടല്ലേ? ഒരു 5-6 പട്ടികളാണെങ്കിൽ ഇത്ര സംഭവിക്കില്ലായിരുന്നു. അതെ അതെ അതെ. ഇത് ഇങ്ങോട്ട് കയറാൻ തന്നെ പേടിയായിരുന്നു. 20 എണ്ണമൊക്കെ ഒരുമിച്ച് വരാന്നാണ്. അത് അടച്ചോ, വല്ലാത്തൊരു സംഭവം തന്നെ ആയിപ്പോയി അല്ലേ? ഞാനിന്ന് രാവിലെ ഇതിങ്ങനെ കേട്ടപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. ഇത്രയാണ് ഞാൻ 2000 കേട്ടെ, 2100. ഇനിയിപ്പോൾ ഇങ്ങനെ ചത്തോണ്ടിരിക്കും അല്ലേ? ഇനി ചത്തോണ്ടിരിക്കുകയാണ്. ഇത് ഇവിടെയാണ് പൊട്ടിച്ചത്. അത് എത്ര കൂടിപ്പോൾ എന്തോരം വലിപ്പം ഉണ്ടാവും ആ തുളയ്ക്ക്? ഇത് പൊട്ടിക്കഴിയുമ്പോൾ ഇതിന് ഇതുങ്ങളെ തലയും കടക്കുമ്പോഴത്തേക്ക് ഇതുങ്ങളെ മുകളിലേക്ക് കയറിപ്പോകും അല്ലേ? ഓ, ഇത്രയും ചെറിയ ഗ്യാപ്പിൽ കൂടെ ഇത് കഷ്ടപ്പെട്ട് കയറിയില്ലേ? ഈ സംഭവിച്ച് ഞാൻ 4:30 ആകുമ്പോൾ എഴുന്നേൽക്കുകയും ചെയ്തു. ഇത് വലയാന്ന് തോന്നുന്നു അല്ലേ? ഓ, അതാ അതിന് വേദന എടുക്കാത്ത. ഞാൻ വിചാരിച്ചു നെറ്റ് കമ്പി ആയിരിക്കും. ഞാൻ വിചാരിച്ചു ഈ കമ്പിയുടെ ഇടയ്ക്കൂടെ എങ്ങനെ ഇതിങ്ങനെ തിരികെ കയറിയെന്ന്. എന്തായാലും ഭയങ്കര ഒരവസ്ഥ തന്നെ കേട്ടോ. ഇത്രയും കഷ്ടപ്പെട്ട് ഒരു കോഴി ഫാം നടത്തി വെച്ചിട്ട് 22,100 കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ചത്തുപോകാന്ന് പറഞ്ഞാൽ വലിയ ഒരു ഭീകരാവസ്ഥ തന്നെ കേട്ടോ. തെരുവ് നായ്ക്കളെ കൊണ്ട് വലിയ. ഇവിടെ സാധാരണ പുറത്ത് ഇങ്ങനെ നമ്മൾ ഈ റോട്ടിൽ കൂടെയൊക്കെ പോകുമ്പോൾ തെരുനായ്ക്കളെ ഇതിലെയൊക്കെ ഒരു 1-2 പട്ടികളൊക്കെ പോകുന്നുള്ളൂ. അത് പക്ഷെ ഇങ്ങനെ ഇവിടെ കയറി ആക്രമിക്കുകയൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ. ഇതിപ്പോ ഒരു പറ്റം പട്ടികളാണ് വന്നത്. ഒരുമിച്ചാണ് വന്നത്. ഇത് 1-2 നായ്ക്കൾ കയറുകയാണെങ്കിൽ ഇത്രയൊന്നും സംഭവിക്കുകയില്ല. അത് ഇത്രയൊന്നും ഭീമമായ നഷ്ടമൊന്നും വരില്ലായിരുന്നു. അല്ല, ഇവിടെ ഫാമിൽ ക്യാമറ ഒന്നും ഇല്ലായിരുന്നു? ഇല്ല ചെയ്തിട്ടില്ലല്ലേ? കാരണം എൻ്റെ ഭീകരത ഒന്ന് കാണിച്ചു കൊടുക്കാമായിരുന്നു. ഇത് മൊത്തം 4000 ഇതിനിടാൻ പറ്റുന്ന വലിയ കൂടല്ലേ? ഇനി ആരെങ്കിലും കൃഷി വകുപ്പിന് അങ്ങനെ ആരെങ്കിലും ഒക്കെ ഒന്ന് വിളിച്ച് കാണിച്ചു കൊടുത്തായിരുന്നോ? ഇന്ന് ഞായറാഴ്ചയല്ലേ, നാളെ ഇപ്പോൾ പരാതി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറെല്ലാം വന്ന് നോക്കിയിട്ട് പോയിട്ടുണ്ട്. അവരെന്താ പറഞ്ഞേ? അവർ പറഞ്ഞു നിങ്ങൾ പഞ്ചായത്തിലൊരു പരാതി അപേക്ഷ തരണം എന്ന് പറഞ്ഞു, ചെയ്യാമെന്ന് പറഞ്ഞു. നഷ്ടപരിഹാരം കിട്ടാന്ന് വെച്ചാൽ അത് വലിയ പ്രായോഗികമല്ലാന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ മിനി ജോസഫ് എന്ന് പറഞ്ഞൊരു ആളുടെ തൊട്ടടുത്ത് അത് കഴിഞ്ഞ വർഷം ഒരു 800 കോഴിയോളം പിടിക്കാനാകും കോഴികളെ കടിച്ചു കൊന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം. എന്നിട്ട് അവർക്കൊന്നും കിട്ടിയിട്ടില്ല. അതും ഇങ്ങനെ ഒരു 10-18 പട്ടികളുണ്ടായിരുന്നു. തെരുവുനായകളായതുകൊണ്ട് ഇതിന് വേറെ ആരും ഇതിന് ഉത്തരവാദിത്വമില്ലല്ലോ. ഒരാൾ വളക്കുന്ന പട്ടിയാണെങ്കിൽ നമുക്ക് പറയാം നിങ്ങളെ പട്ടീനെ കൊണ്ട് ഇത്ര ശല്യം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാം. ഇതിപ്പോ ആരോട് പറയും? നമ്മുടെ പട്ടിങ്ങാനും പോയി വേറെ എല്ലാവരെയും കടിക്കുകയോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ എന്തെല്ലാം നൂലാമാല. അതെ. ഇതിപ്പോൾ ആൾക്കാരെ കടിക്കുന്നത് അങ്ങനെ, അതിൻ്റെ കൂടെ ഇപ്പം ഇങ്ങനെ ഇതുപോലെയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇങ്ങനെ കയറി പഠിച്ച് ഇനിയും കയറുമല്ലോ നമുക്ക് അറിയാൻ പറ്റുമോ? ഉറക്കം പോയില്ല ശരിക്കും. അതെ.
അല്ല ശരിക്കും ഞാൻ ഇന്ന് 4:30 ആകുമ്പോൾ എഴുന്നേറ്റോണ്ടാണ്. ഞാൻ സാധാരണ ഒരു 6 മണിക്കൊക്കെ എഴുന്നേക്കുന്നത് വെച്ചാൽ ഇതൊന്നുമല്ല നഷ്ടം മുഴുവൻ തീർന്നിട്ടുണ്ടാവും. അല്ല ഞാൻ 4:30 ആകുമ്പോൾ എഴുന്നേറ്റു ഞാൻ. ആ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇതൊക്കെ അത്യാവശ്യം. ഇത് ഇപ്പോൾ എത്ര ദിവസമായതാ? ഇത് 16 ദിവസമായി. 16 ദിവസം അല്ലേ? മൊത്തം എത്ര ദിവസമായി ഇതിൻ്റെ സമയം? 38 ദിവസം. 38 ദിവസം. ഏകദേശം പകുതി കഴിഞ്ഞു എന്നല്ല, ഇതിന്റെ ബ്രൂഡിങ്, ഇതിന്റെ മെയിൻ പണികൾ മുഴുവൻ കഴിഞ്ഞു. അതായത് ഈ ചാകാനുള്ളതൊക്കെ ചത്തു. നമ്മളെ പണികളല്ല ഇതിന്റെ തീർന്നു. ഇപ്പോൾ ഇതിന് കേട് തീർന്നു കിട്ടി. അതെ അതെ അതെ. ഇനിയിപ്പോൾ ഫീഡും വെള്ളവും മാത്രം കൊടുത്താൽ മതി. അതായത് ഏറ്റവും മെനക്കേടുള്ളത് 16 ദിവസമൊക്കെ അല്ലേ? ആദ്യത്തെ ഒരു 8 ദിവസമാണ് നമുക്ക് രാത്രിയും പകലും എന്ന പോലെ ഇതിൽ പണിയെടുക്കേണ്ടതുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു 14 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ വരുന്നു, ഇതൊന്ന് ഇളക്കുന്നു, തീറ്റ ഇടുന്നു, ടാങ്കിൽ വെള്ളം അടിച്ചിടുന്നു, നമ്മളെ പണി കഴിഞ്ഞു. 1 മണിക്കൂർ 1.5 മണിക്കൂർ പണിയെടുത്താൽ തീർന്നു. അതെ അതെ. മെയിൻ ഉറക്കം കളയുന്ന പരിപാടിയൊക്കെ ആദ്യത്തെ ഇത്രയും ദിവസങ്ങളായിരുന്നു അല്ലേ? ആ ഒരു മെനക്കേട് കഴിഞ്ഞാൽ അവിടെ ഇതങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അല്ലേ? അതെ. ഇതൊക്കെ ആയിരിക്കുമല്ലോ ഇതിനെ വെച്ചിരുന്ന തീറ്റ? ഇതുപോലത്തെ തീറ്റ ആയിരിക്കുമല്ലോ ഇതിന് കൊടുക്കുന്നത്? അതെ. ഇതുപോലത്തെ എത്ര ചാക്ക് തീറ്റ കൊടുത്തെന്ന് പറഞ്ഞേ? 70 ചാക്ക് തീറ്റ. 70 ചാക്ക് അല്ലേ? ഒരു 4000 കോഴി മൊത്തം ഈ വളർച്ച എത്തുന്ന ആ സമയം കൊണ്ട് എത്ര ചാക്ക് തീറ്റ? 320 ചാക്ക് തീറ്റയുണ്ട്. 320. ഓഹോ. ഇനിയിപ്പോൾ മറ്റേ കൃഷി വകുപ്പിലാണോ പരാതി? അതെ, കൃഷി വകുപ്പിലും കൊടുക്കണം. പിന്നെ വെറ്റിനറി ഡോക്ടർ റിപ്പോർട്ട് എഴുതി മേടിക്കണം. പിന്നെ പഞ്ചായത്തിലും കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ കോഴികളുടെ ഇതൊക്കെ കുഴിച്ചിട്ടോ? കോഴിയല്ല, നമുക്ക് പിറ്റുണ്ട്. അതിൻ്റെ അകത്തിട്ടോ? അതിൻ്റെ അകത്തിട്ടു. പിറ്റെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. വലിയൊരു ടാങ്ക്, ഇങ്ങനത്തെ സെപ്റ്റിക് ടാങ്ക് പോലെ വലിയ ടാങ്ക് ഇട്ട് സ്ലാബ് ഇട്ട് മൂടി, നമ്മൾ ചാകുന്ന കോഴി വേസ്റ്റ് ചാകുന്ന കോഴി ഉണ്ടാവില്ല, ചാകുന്ന കോഴീനെ അതിൽ കൊണ്ടിട്ടിട്ട് മൂടി വെക്കുകയോ ചെയ്യാം. ഈ ബയോഗ്യാസ് പോലെയാ? ബയോഗ്യാസ് പോലെ. അതിൻ്റെ ഈ ചത്ത് കിടക്കുന്നതിൻ്റെ ഫോട്ടോസോ വീഡിയോസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മൊബൈലിൽ എടുത്തിട്ടുണ്ടല്ലേ? ചാനലിലൊക്കെ വന്നിട്ടുണ്ട്. ആണല്ലേ? അതൊന്നും തരണേ. ഇതൊന്നായിട്ട് നിൽക്കുന്നില്ല സ്ഥിതി. ഇത് പട്ടി കടിച്ച് ചാവുന്നതിനെക്കാട്ടും കൂടുതൽ ഇത് പേടിച്ചിട്ട് ചാവും. അറ്റാക്ക് വരും. അറ്റാക്ക് വരുന്നതല്ല, ഇത് പട്ടി കയറി കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇപ്പോൾ പരിചയമില്ലാത്ത ഒരാൾ കയറുകയോ അല്ലെങ്കിൽ ഒരു കാറ്റ് വല്ലാണ്ട് അടിക്കുകയോ ഒക്കെ ചെയ്ത് ഇത് ഒന്നിച്ചങ്ങ് കയറും. പേടിയായിരിക്കും. ഇപ്പം ഇതിൻ്റെ ചുറ്റുപുറം ഒരു പൂച്ച നടന്നാൽ തന്നെ മതി. ഇതുങ്ങൾ വലുതാണെങ്കിൽ നമുക്ക് താഴെ അറിയാം, ഇതെല്ലാം കൂടി ഇങ്ങോട്ട് വരുമ്പോൾ ഒച്ച കേൾക്കാം. ഇത് ഇത്രയും ചെറിയ കുരുന്നായതുകൊണ്ടാണ് നമുക്ക് സൗണ്ട് കേൾക്കാണ്ടിരുന്നത്. ഇത് കടിച്ചു കൊന്നതിൻ്റെ ഈ പരിക്ക് പറ്റിയതിനെ ഇപ്പോൾ ബാക്കിയുള്ളതിനെ ബാധിക്കില്ലത്? അല്ല, അപ്പോൾ ബാക്കിയുള്ളതിനെ ബാധിക്കുന്നതല്ല, ഇനി പരിക്ക് പറ്റിയതല്ല, ഇനി മാറ്റിയിട്ട് കൊന്ന് കളയണം. അല്ല, അല്ലാണ്ട് അതിനെ വച്ചിരിക്കാൻ പറ്റില്ലല്ലോ. ഈ 4000 ഇതിൻ്റെ അകത്ത് കണ്ടുപിടിക്കാൻ ഇച്ചിരി കളി. അതെ, അത് ഇങ്ങനെ തപ്പി ഇങ്ങനെ നേരത്തെ ഒരു 10-15 എണ്ണത്തിനെ പിടിച്ചു. ഇനിയിപ്പോൾ ഇനി വൈകുന്നേരത്തെ പണിയിൽ ബാക്കി കൂടി നോക്കും. ഇങ്ങനെ ഇരിക്കുന്ന നോക്കുമ്പോൾ പെറുക്കി മാറ്റിയിടും. ക്ഷീണം പിടിച്ചിരിക്കുന്നത് നോക്കിയാലേ കളയാ. ഞാൻ 4:30 ആകുമ്പോഴത്തേക്കാണ് ഫാമിലേക്ക് കയറി പോകുന്നത്. ഫാമിൽ കയറി ചെല്ലുമ്പോൾ ഒരു 10-20ഓളം പട്ടികളുണ്ടായിരുന്നു. ആ പട്ടികളിൽ ഞാനൊരു തൂമ്പയ്ക്ക് ഒരു പട്ടീനെ അടിച്ചു കൊന്നിട്ടുണ്ട്. അന്നേരം ചാനലുകാരും പറഞ്ഞു, പിന്നെ വന്നവരെല്ലാം പറഞ്ഞു അതിൻ്റെ ഫോട്ടോ എടുക്കണ്ട, അതിൻ്റെ ഫോട്ടോ എടുത്ത് അതിനായിരിക്കും പരാതി. ഞാൻ പറഞ്ഞു അങ്ങനെ ആരും പരാതി പറഞ്ഞു എന്നാൽ അവൻ്റെ വീട്ടിൽ കയറിയാൽ ചേട്ടൻ സ്വയരക്ഷയ്ക്കായിട്ട് ചെയ്തല്ലേ ചേട്ടനെ കടിക്കാൻ വന്നപ്പോൾ? മേനകാന്തി വന്നേച്ചാൽ പൈസ മുടക്കി അവളെ വീട്ടിൽ പോയി. ഇനി ഞാൻ കോഴിക്കുഞ്ഞുങ്ങൾ ഇവിടെ തിരുനാടെ ആക്രമണത്തിൽ ചത്ത് കിടക്കുന്ന വിഷ്വലി ഞാൻ കാണിച്ചു തരാം. ഞാൻ വന്നപ്പോഴത്തേക്കും വൈകിട്ടായി. ആ സമയം കൊണ്ട് അവർ മൊത്തം എടുത്ത് ചേട്ടൻ പറഞ്ഞ പോലെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഏതായാലും ആ വിഷ്വലി ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം.
നിങ്ങൾ കണ്ടല്ലോ, ഇതുപോലെ ഭീകരമായ ഒരു സംഭവമാണ് ഇവിടെ നടന്നത്. നമുക്കറിയാം, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വന്യജീവിയോ മറ്റു മൃഗങ്ങളൊക്കെ ആക്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ നമുക്കൊരു നഷ്ടപരിഹാരത്തിന് എഴുതി കൊടുക്കാനൊക്കെ മാർഗമുണ്ട്. പക്ഷേ ഇത്തരം തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്ക് പറ്റുന്ന അല്ലെങ്കിൽ ഇതുപോലെ ഇത്രയും വലിയ ഭീമമായ നഷ്ടമൊക്കെ വന്നു കഴിഞ്ഞാൽ ആര് ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കും? അല്ലെങ്കിൽ അത് കിട്ടാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ആ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ഇതുപോലെ കൃഷി ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യുമെന്ന് ആരുടെ അടുത്ത് ചോദിക്കും എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം. മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം, വലിയ തോതിൽ തന്നെ തെരുവുനായയുടെ പ്രശ്നം ഉള്ള ഒരു സംസ്ഥാനമായി മാറിയിരിക്കുകയാണ്. ദിനം പ്രതി നമ്മൾ പല വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്, ആളുകളെ ആക്രമിക്കുന്നതും. അതുപോലെ നമ്മൾ ഈ അടുത്തൊക്കെ കണ്ടു ഒരു ആളുടെ മുഖമൊക്കെ കടിച്ചു പറിച്ച സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതുപോലെ വലിയ പ്രശ്നങ്ങൾ ഈ തെരുവുനായകളെ കൊണ്ടുണ്ടാകുന്നുണ്ട്. അതുങ്ങളുടെ എണ്ണം നിയന്ത്രിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ പക്ഷേ ഇതുപോലെയുള്ള മൃഗസ്നേഹികളായിട്ടുള്ള ആളുകൾ അതിനൊട്ട് സമ്മതിക്കുന്നുമില്ല. അപ്പോൾ ഇങ്ങനെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഇതിൻ്റെയൊക്കെ ഇരകളായിട്ട് അവസാനം വരുന്നതും. അവരുടെ സ്വത്തുക്കൾക്കും അവരുടെ ജീവനും ഒക്കെയാണ് ഇത് ഭീഷണിയായിട്ട് മാറുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ തെരുവുനായകളുടെ ഒരു പ്രശ്നം പരിഹരിക്കുക തന്നെ വേണം. വന്യമൃഗങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങളെക്കാട്ടും വലിയ പ്രശ്നം തന്നെയാണ് ഈ തെരുവുനായകളിൽ നിന്നുണ്ടാകുന്നത്. ദിനം പ്രതി ഇത്തരം വാർത്തകൾ നമ്മൾ കാണുന്നതുമാണ്. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക്